ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു. അധ്യായം 14. ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ. ശ്ലോകം 14. യഥാ സത്വേ പ്രവൃദ്ധേതു പ്രളയം യാതി ദേഹഭൃത് തദോത്തമവിതാം ലോകാൻ അമലാൻ പ്രതിപദ്യതേ. വിവർത്തനം. സാത്വികർ മരിക്കുമ്പോൾ ഋഷിവര്യന്മാരുടെ നിർമ്മലങ്ങളായ ഉത്കൃഷ്ട ലോകങ്ങളിലെത്തുന്നു. ഭാവാർത്ഥം: സത്വഗുണ സമ്പന്നൻ ബ്രഹ്മലോകം, ജനലോകം മുതലായ ഉത്തമ ഗ്രഹങ്ങളിൽ എത്തിച്ചേർന്ന് ദേവതുല്യമായ ആനന്ദമനുഭവിക്കും. അമലാൻ എന്ന പദം ഇവിടെ പ്രസക്തമാണ്. രജസ് തമോ ഗുണങ്ങൾ തീണ്ടാത്തത് എന്നാണ് ഇതിനർത്ഥം. ഭൗതിക ലോകത്തിൽ മാലിന്യങ്ങളുണ്ട്. ഇവിടെ ഏറ്റവും പരിശുദ്ധമായ സത്ത സത്വഗുണമാണ്. വ്യത്യസ്തരായ ജീവാത്മാക്കൾക്ക് വ്യത്യസ്ത രീതിയിലുള്ള ഗ്രഹങ്ങളുണ്ട്. സത്വഗുണത്തിൽ വർത്തിക്കുമ്പോൾ മരിക്കുന്നവർ ഋഷിവര്യരും മഹാഭക്തരും വാഴുന്ന ഗ്രഹങ്ങളിലേക്ക് ഉയരും. ശ്ലോകം 15. രജസി പ്രളയം ഗത്വാ കർമ്മസംഗിഷു ജായതേ തഥാ പ്രലീനസ്തമസി മൂഢയോനിഷു ജായതേ. വിവർത്തനം. രജോ ഗുണത്തോടെയാണ് മരിക്കുന്നതെങ്കിൽ ഫലമുദ്ദേശിച്ച് കർമ്മങ്ങൾ ചെയ്യുന്നവർക്കിടയിൽ ജനിക്കും. തമോ ഗുണത്തോടെ മരിക്കുന്നവരാകട്ടെ മൃഗങ്ങളായിട്ടാണ് പിറക്കുക. ഭാവാർത്ഥം: ഒരിക്കൽ മനുഷ്യനായി ജനിച്ച ജീവാത്മാവ് പിന്നീടൊരിക്കലും താഴ്ന്ന പടികളിലേക്ക് ഇറങ്ങുകയില്ലെന്ന് ചിലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്. തമോ ഗുണം വർദ്ധിക്കുമ്പോൾ മനുഷ്യൻ മരിച്ച ശേഷം മൃഗരൂപത്തിലുള്ള ജീവിതത്തിലേക്ക് തരം താഴ്ത്തപ്പെടുമെന്ന് ഈ ശ്ലോകം ചൂണ്ടിക്കാട്ടുന്നു. ഇങ്ങനെ അധപ്പതിച്ച നിലയിൽ നിന്ന് പരിണാമ പ്രക്രിയയിലൂടെ അയാൾക്ക് വീണ്ടും മനുഷ്യ ജീവിതത്തിലേക്ക് ഉയർന്നു വരണം. അതുകൊണ്ട് മനുഷ്യജീവിതത്തെപ്പറ്റി ഗൗരവത്തോടെ ചിന്തിക്കുന്നവരെല്ലാം സത്വഗുണം പരിശീലിച്ചുകൊണ്ട് സജ്ജന സമ്പർക്കത്താൽ ത്രിഗുണങ്ങളെ അതിക്രമിച്ച് കൃഷ്ണാവബോധത്തിൽ ഉറച്ച് നിൽക്കേണ്ടതാണ്. ഇതാണ് മനുഷ്യജീവിതത്തിൻ്റെ ലക്ഷ്യം. ഇങ്ങനെയല്ലാതെ ഒരാൾക്ക് വീണ്ടും മനുഷ്യനായി പിറക്കാൻ കഴിയുമെന്നുള്ളതിന് ഒരു ഉറപ്പുമില്ല. ഹരേ കൃഷ്ണ. സർവം ശ്രീ രാധാകൃഷ്ണ അർപ്പണമസ്തു.